എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ട്. ഏഷ്യനെറ്റിന്റെ പോളിൽ ഇപ്പൊ ജിൻഡോയുടെ പേര് കാണുന്നില്ല. 1-2 ആഴ്ചയായിട്ട് ജിൻഡോയുടെ സ്ക്രീൻ സ്പേസ് പഴയതുപോലെ കാണുന്നില്ല എന്നൊക്കെ പലർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. ജിൻഡോയുടെ ഭാഗങ്ങളൊക്കെ അധികം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ജിൻഡോയുടെ പരാമർശങ്ങളും ആശയവിനിമയങ്ങളൊന്നും ശരിക്കും പഴയ പോലെ ജിൻഡോയുടെ വർത്തമാനങ്ങളൊന്നും അധികം കാണിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് പല പ്രേക്ഷകർക്കും ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ നാദിറ മെഹറിൻ കഴിഞ്ഞ വർഷത്തെ കോണ്ടസ്റ്റൻ്റ് പറഞ്ഞിരിക്കുകയാണ്, ഈ ടാസ്കിൻ്റെ പോളുകൾ ഈ ഹോട്ട്സ്റ്റാറിലും ഏഷ്യാനെറ്റിലൊക്കെ ഇടാറുണ്ട്, ഓരോ ടാസ്കിനും പോൾ ഇടാറുണ്ട്. അതിൻ്റെ അകത്തൊന്നും ഇപ്പോൾ ജിൻഡോയുടെ പേര് പോളുകളിൽ ഒന്നും ഇപ്പോൾ കാണുന്നില്ല. അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ റാങ്കിങ് ടാസ്കിലും ജിൻഡോയുടെ പേര് ആ പോളിൽ വന്നിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു 1-1.5 ആഴ്ച മുമ്പ് ഒരു സാരി ഉടുക്കുന്ന ടാസ്കിൽ ഇങ്ങനെ പോളിൽ ഇട്ടപ്പോൾ ജിൻഡോയും ഋഷിയുമാണ് നല്ലതായിട്ട് വന്നത്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ജിൻഡോയെ ഒരു ടാസ്കിൻ്റെ പോളിലും കാണുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെ പല അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. ജിൻഡോയുടെ ആ ഒരു പ്രതിച്ഛായ വളരെ കൂടുതലായത് കാരണം അത് കട്ട് ചെയ്ത് അതൊന്ന് കുറയ്ക്കാനുള്ള ശ്രമമാണോ നടക്കുന്നത് എന്ന് പലരും സംശയിക്കുന്നുണ്ട്. അപ്പം നാദിറയുടെ ആ വാക്കുകൾ കേൾക്കാം. എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ട്. ഏഷ്യനെറ്റിന്റെ പോളിൽ ഇപ്പൊ ജിൻഡോയുടെ പേര് കാണുന്നില്ല. പലപ്പോഴും ഞാനത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ജിൻഡോയുടെ പേര് പോൾ ഇടാറില്ല. അതിനെന്തെങ്കിലും ഒരു പ്രത്യേക റീസൺ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിലൂടെ പറയണം. കാരണം പ്രത്യേക ഒരു ഒഴിവാക്കൽ, കാരണം മുമ്പ് എല്ലാ പോളിലും അതുണ്ട്. എന്തായാലും കഴിഞ്ഞ സീസണിൽ അഖിൽമാരാർ ഒരു വലിയ ലീഡിലേക്ക് പോയ പോലെ ഈ പ്രാവശ്യം അങ്ങനെ പോകാതിരിക്കാനുള്ള നീക്കമാണോ എന്നറിയില്ല. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.